ഇത് കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറത്ത് ഓടുന്നട്ടോ സ്വഭാവമാണ് ഇന്ന പച്ച ചില ആൾക്കാരുണ്ട്. തൊട്ടത് മുഴുവനും ഹറാമാക്കുന്ന പരിപാടി. എന്തും ഹറാം 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 ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇവർ ഏത് ലോകത്താന്ന് എനിക്ക് തിരിയാണ്, ഏത് ലോകത്ത് അവരുള്ളത്? എന്റെ വീട്ടിൽ തന്നെ എന്റെ ഭാര്യ പറയും 2 വർഷമായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട്. ഇതൊരു വസ്തുതയാണ്. 35-ാമത്തെ വയസ്സിൽ ഷുഗർ എനിക്ക് വന്നിട്ടുണ്ട്, പ്രഷർ വന്നിട്ടുണ്ട്, കൊളസ്ട്രോൾ വന്നിട്ടുണ്ട് 35-ാമത്തെ വയസ്സിൽ. എന്നാൽ 35-ാമത്തെ വയസ്സിൽ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറി കച്ചവടം, എങ്ങനെ പച്ചക്കറി നമ്മൾ ഒരാൾക്ക് നല്ല സാധനമാണ് കൊടുക്കാൻ പറ്റും? നല്ല തക്കാളിയാണ് കൊടുക്കാൻ പറ്റുമോ? ഒരു നല്ല വെണ്ടയ്ക്കാണ് കൊടുക്കാൻ പറ്റുമോ? നല്ല പയറാണ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം നല്ല കളവ് വന്ന് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകം പഠിപ്പിച്ച എന്താണെന്നോ, അതിന്റെ ബർക്കത്തുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, മൈലൈഫിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ കളവ് പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഈ മൈലൈഫിൽ വന്നതിന് ശേഷം ആർക്കും ഒരു കളവ് ഇതിന്റെ വിഷയത്തിലെ കളവ് പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഒരു കളവ് പറയേണ്ട ആവശ്യത്തിനില്ല. ഏറ്റവും നല്ല ഫുഡ് ഏതാ? നമ്മളെ സാധനം. ഈ ഫുഡ് സപ്ലിമെന്റിലെ കച്ചവടം ഏറ്റവും നല്ലത്. കാരണം ഇതിൽ ഇല്ല, ചതിയില്ല, കളവ് പറയേണ്ട ഒരു ആവശ്യം ഇതിലില്ലല്ലോ. ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ കളവ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെ പേഷനെ സംബന്ധിച്ച് കളവ് പറയേണ്ട ആവശ്യമുണ്ടോ? അത് പ്രോഡക്റ്റ് വർത്താനം പറയും, നമ്മുടെ ലിവഗൈൻ വർത്താനം പറയും, നമ്മുടെ അതേപ്രകാരം തന്നെ നമ്മുടെ വെൽഹാർട്ട് സംസാരിക്കും. അത് പ്രൊഡക്റ്റ് സംസാരിക്കണം, നമ്മൾ സംസാരിക്കണ്ട, അത് സംസാരിക്കും. അതുകൊണ്ട് തന്നെ കളവ് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലാത്ത പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുള്ളത്. അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് മൈലൈഫിൽ വിജയിക്കാനുള്ള കാരണം എന്താ അറിയാം? മൈലൈഫിൽ വിജയിക്കാനുള്ള കാരണം മറ്റൊന്നും, എല്ലാവരും മൈലൈഫിൽ ഇതില് ആത്മാർത്ഥ ഇറങ്ങുന്ന വിജയിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, കളവ് പറയാത്തത് കൊണ്ടാണ്. മറ്റൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് അധികം പരാജയപ്പെടാൻ കാരണം എന്താ പറയുക? കളവ് കുറെയൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഹബീബായ എന്റെ പ്രവാചക പറഞ്ഞ എന്താ, ഈ കച്ചവടം നടത്തുന്ന ആളും വാങ്ങുന്ന ആളും അവർ സത്യസന്ധനാണെങ്കിൽ അതിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുരോഗതി ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ഇല്ലേ, കളവിന്റെ ഒരു അംശം കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും എന്നും പഠിപ്പിച്ച പ്രവാചകനാണ്. കേശ്ശേരി തവനൂര് എന്ന സ്ഥലത്താണ് എന്റെ നാട്. 2021 ജൂലൈ മാസം 5-ാം തീയതിയാണ് ഈ ഒരു പുതിയ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചത്. ആ ഡേറ്റ് നമുക്ക് മറക്കാൻ പറ്റുകയില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി വന്ന ഒരു ഡേറ്റ് ആണ് MI ലൈഫിലേക്ക് കടന്നു വന്ന ഡേറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മഹത്തായ ബിസിനസ് സംരംഭത്തിലേക്ക് വരാനുള്ള ഒരു കാരണം, എന്നെ ആരും ഇതിലേക്ക് ക്ഷണിച്ചതല്ല. ഞാൻ പുറമെ നിന്ന് കേൾക്കുകയും ഉമർ ഉസ്താദിന്റെ ചില സ്റ്റാറ്റസുകൾ കണ്ട് അത് വല്ല അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതൊരു ബിസിനസ് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ബിസിനസ് ഒരു മൈൻഡ്, ഇങ്ങനെയുള്ള ഒരു പള്ളി മേഖലയിൽ, ദർസ് മേഖലയിൽ സേവനം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബിസിനസ് മേഖല എന്നുള്ളത് സാധാരണ ചിന്തിക്കാറില്ല. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ബിസിനസ്സിനോട് താല്പര്യമാണ്. സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്കൂളിൽ ലീവാകുമ്പോൾ കൂട്ടുന്ന സമയത്ത് കടല വാങ്ങി വറുത്ത് വീട് വിടാതിനം കയറി ഇറങ്ങി കടലേ എന്ന് പറഞ്ഞുകൊണ്ട്, കടലപ്പൊരി പൊരിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഷെയർ കച്ചവടം, അതായത് ഷെയർ ആയിക്കൊണ്ടായിരുന്നു ചിലപ്പോൾ നടത്തിയിരുന്നത്, ഒറ്റക്കായി നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ നാട്ടില് ഒരു മമ്മേശാക്ക എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും അയാളുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ 15 രൂപ കൊടുത്തുകൊണ്ട് പച്ചക്കറി കച്ചവടം തുടങ്ങി. 15 രൂപ എന്നാൽ ചെറിയ സംഖ്യ നിങ്ങൾ വിചാരിക്കേണ്ട, വലിയ സംഖ്യയാണ്. 15 രൂപ എന്ന് പറഞ്ഞാൽ 20 പൈസക്ക് 2 പൊറാട്ടയും കറിയും കിട്ടുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ വില തിരിഞ്ഞു വെക്കും. അന്ന് പച്ചക്കറി കച്ചവടം തുടങ്ങി. അത് 8 നിലയിൽ പൊട്ടിപ്പോയി. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ കേടുവന്ന തക്കാളിയും കേടുവന്ന സാധനങ്ങളൊക്കെ എന്റെ പുരയ്ക്ക് കൊണ്ട് കൊടുത്തേക്കും. അവസാനം നോക്കുമ്പോൾ സാധനം അവിടെ കാണുന്നില്ല. അതൊരു മാസം മാത്രമേ അത് ഓടിയിട്ടുള്ളൂ. പിന്നീട് ജോലി രംഗത്ത് വന്നതിന് ശേഷവും കച്ചവടത്തിനുള്ള താല്പര്യം വിട്ടുമാറിയിട്ടില്ല.
വയനാട്ടിൽ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡില് ഒരു കച്ചവടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷെയർ ആയിട്ട് കുറെ ആൾക്കാർ കൂടിയിട്ട് അതും ഒരു ഏകദേശം 2 കൊല്ലം നിലന്നു പോവുകയും പിന്നീട് അത് പരാജയത്തിൽ പൂട്ടിപ്പോവുകയും ചെയ്തു. അതുപോലെ കോഴിക്കോട് ഒരു മൊബൈൽ ഷോപ്പിൽ അതിൽ ഷെയർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാല് അവിടെ എല്ലാം എനിക്ക് പരാജയം സംഭവിച്ചു. പിന്നീട് കുറെ കാലം ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങിയിരുന്നു. വർഷങ്ങളോളം എടുത്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവസാനം ഏകദേശം എനിക്ക് മാത്രമായി കൊണ്ട് 6 ലക്ഷം ഉറുപ്പിക എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അവസാനം ആ ബുക്ക് സ്റ്റാളും പൂട്ടിപ്പോയി. പിന്നെ റിയൽ എസ്റ്റേറ്റ് അതുമായി ബന്ധപ്പെട്ടു, അതും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, അതും പരാജയത്തിലായിരുന്നു. പിന്നെ കൊളത്തറയിൽ വാടക സ്റ്റോർ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് പലരും ഇത് അറിയില്ല, എന്റെ പുരക്കാർ പോലും അറിയില്ല. വാടക സ്റ്റോർ ഉണ്ടായിരുന്നു, അതിലും ഷെയർ ഉണ്ടായിരുന്നു, അതും പരാജയപ്പെട്ടു. എന്നാലും പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു ബിസിനസ് എന്റെ മുമ്പിൽ എത്തിപ്പെടുന്നത്. ആ ബിസിനസ് എത്തിപ്പെട്ടപ്പോ ഞാൻ അതിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അത് ആളെ ചേർക്കുന്ന പരിപാടി അല്ല, ആളെ ചേർത്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ ചെയ്ത പരിപാടി ഉമർ സാഹിനെ വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്, എന്താ വേണ്ടത് ചെയ്തു തരണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഈ സൂം മീറ്റിൽ പങ്കെടുക്കുന്ന അധിക ആളുകളും അങ്ങനെ ആയിരിക്കില്ല. എല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. വരുമ്പോൾ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. എന്റെ ലക്ഷ്യം പറഞ്ഞാൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടി അല്ല എന്റെ ലക്ഷ്യം. മറിച്ച് ഒരു ബിസിനസ് തുടങ്ങിയിടുക, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അത് ചെയ്യാം. അതിനൊക്കെ പറ്റുന്ന ബിസിനസ് നേരത്തെ മനസ്സിലാക്കിയതാണല്ലോ. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിന് എന്നെ വേണ്ടാത്തൊരവസ്ഥ വരുമ്പോ, അങ്ങനെയാണല്ലോ നമ്മളെ ഈ മേഖല. വായിലൊരു പല്ല് പോയാൽ അല്ലെങ്കിൽ വയസ്സനായി കഴിഞ്ഞാൽ ജോലി, ഒരു പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ജോലിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അത് ഇതിലുള്ള ഉസ്താദമാർക്ക് നല്ലവണ്ണം അറിയാം. ജോലിക്ക് നിൽക്കുമ്പോ ചെറുപ്പക്കാരനാവണം, പ്രായമുള്ളവരെ പറ്റുകയില്ല, അല്ലെങ്കിൽ ഒരു വായില് പല്ല് പോയാൽ ശീലം ശരിയില്ല, ഭാവി ശരിയില്ല, അക്ഷരം ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന സമയമാണ്. ആ സമയമാകുമ്പോ മറ്റാരുടെ മുമ്പിൽ യാചിക്കാതെ കൈ നീട്ടാതെ നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാശുണ്ടാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അന്ന് തുടക്കത്തിൽ പ്രോഡക്റ്റിന്റെ മഹിമയോ പ്രോഡക്റ്റിന്റെ മഹത്വമോ അതിന്റെ മൂല്യമോ ഒന്നും തിരിച്ചറിഞ്ഞിട്ടല്ല ഞാൻ ഈ സംരംഭത്തിലേക്ക് വന്നിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ കമ്പനി മൈലൈഫ് സ്റ്റൈൽ കമ്പനിയുടെ പ്ലാന് എന്നെ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ ഐഡിയ എടുത്ത ഉടനെ തന്നെ ഞാനത് ഒരു ബിസിനസ് ആയിട്ട് മനസ്സിലാക്കിയെന്നല്ലാതെ ഒരു പ്ലാൻ മനസ്സിലാക്കിയിട്ടില്ല. ആ പ്ലാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഇതിന്റെ ആയം മനസ്സിലായത്. വല്ലാതെ ഏത് കാലത്തും കൊണ്ടുനടക്കാൻ പറ്റിയതായ, ഏത് സമയത്തും കൊണ്ടുനടക്കാൻ പറ്റിയതായ, ഏരിയ ഇല്ലാത്ത അല്ലെങ്കിൽ ബോസ് ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു ക്യാപിറ്റൽ വേണ്ടാത്ത ഒരു മഹത്തായ ബിസിനസ് ആണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ അതിങ്ങനെ കുറെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. തുടക്കത്തിൽ ഞാൻ ചെയ്ത പരിപാടി എന്താന്ന് ചോദിച്ചാൽ, ബാപ്പുട്ടി സാറിന് അറിയാൻ മതിയാവും. ഞാൻ ആ ബ്രോഡ്കാസ്റ്റ് നേരത്തെ എനിക്കുണ്ടായിരുന്നു. ആ ബ്രോഡ്കാസ്റ്റിൽ പേസ്റ്റിന്റെ പരസ്യം വിട്ടപ്പോൾ ഒരുപാട് പേസ്റ്റാണ് തുടക്കത്തിൽ. കാരണം ഇങ്ങനെ ഒരു ഉസ്താദ്, ഒരു മുസ്ലിയാര്, ഒരു പള്ളിയിൽ ദർശനത്തുന്ന ഒരാള് ഒരു പേസ്റ്റിന്റെ പരസ്യം ഇട്ടപ്പോ എന്നോട് പലരും പ്രൈവറ്റായി വന്ന് ചോദിച്ചു, എന്താണ് ഈ പേസ്റ്റിന്റെ പ്രത്യേകത? അപ്പോൾ ഞാൻ ആ പേസ്റ്റിന്റെ പ്രത്യേകത ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. സാധാ പേസ്റ്റിനില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ. ഒരു വാണിംഗ് ഇല്ലാത്ത പേസ്റ്റാണ്, അത് ഉള്ളിലേക്ക് ഇറക്കിയാലും കുഴപ്പമില്ല, ചെറിയ കുട്ടികൾക്കാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ കുറെ ആളുകൾ എന്നോട് പേസ്റ്റ്. അപ്പൊ എനിക്കത് ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഈ ബിസിനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു പ്രചോദനമായി മാറി. കാരണം പേസ്റ്റ് ഒടുന്നാ കിട്ടുക, നിങ്ങൾ കൊണ്ടുവരാം, നിങ്ങൾക്ക് സാധാരണ ഇവിടുന്ന വാങ്ങി അതിന്റെ ഷോപ്പ് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കൊടാം, അത് നിങ്ങൾക്ക് കിട്ടൂല, അത് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ആ പേസ്റ്റ് അവർക്ക് വാങ്ങിക്കൊടുത്തു. അങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആലോചിക്കണം,
വെൽനെസിന്റെ പ്രസക്തി നമ്മൾ നല്ലവണ്ണം ചിന്തിക്കുക. വെൽനെസ് ഈ കാലത്ത്, അപ്പൊ പിന്നീട് ഈ വെൽനെസ് ഇതിന്റെ പ്രസക്തി മനസ്സിലായപ്പോഴാണ് പിന്നെ ഇതിലേക്ക് ഒന്ന് സജീവമാകാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞ നേരത്തെ ഇത് ഐഡിയ അടിച്ചിടുക, ചെറുതായിട്ടൊക്കെ അവരുടെ ആവശ്യത്തിന് കാര്യങ്ങൾ ഉപയോഗിക്കുക, ചോദിച്ചവർക്ക് സാധനം ചോദിച്ചവർക്ക് സാധനം കൊടുക്കുക എന്നല്ലാതെ അപ്പുറം എനിക്ക് ഒരു പദ്ധതി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കതിനൊരു കോവിഡ് പിടിപെട്ട് എത്രത്തോളം വെച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് സലാം ചെല്ലിയാൽ എന്നെ ഒപ്പം വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ വലൈക്കും അസ്സലാം ഒരു ശ്വാസം കൊണ്ട് പറയാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വന്നു. വലൈക്കും അസ്സലാം ഇങ്ങനെ പറയുന്നൊരവസ്ഥ വന്നു. സത്യത്തിൽ കോവിഡ് മാറിയിട്ടുണ്ട്. കോവിഡ് 10 ദിവസം പാരസെറ്റമോൾ എന്ന് പറയുന്ന ഡോളോ എന്ന് പറയുന്ന സാധനം 4 എണ്ണം വെച്ചിട്ട് 40 എണ്ണം ഞാൻ സേവിച്ചിട്ടുണ്ട്. ഇന്നും അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. എന്തെങ്കിലും അപകടം വന്നു പോകുള്ള പേടിയില്ല ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ആ കോവിഡ് വന്ന് അതിൽ ശ്വാസം കിട്ടാത്ത, അത് ശ്വാസം ശരിയായില്ല. കോവിഡൊക്കെ പോസിറ്റീവായി നെഗറ്റീവായെങ്കിലും അതിലൊരിക്കലും എന്തായില്ല. ഈ ഒരു ശ്വാസം നേരാന്ന് പറഞ്ഞപ്പോ കവചപ്രാശം എന്ന സാധനം ഞാൻ കഴിച്ചു. ഒരു ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും എനിക്ക് ശ്വാസം നേരെ കിട്ടിയപ്പോ അത് കാരണത്താൽ ഞാൻ മറ്റെല്ലാവരോടും പറഞ്ഞു, കോവിഡ് വരാതിരിക്കാനും വന്നവർക്ക് സുഖപ്പെടാനും ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഈ കവചപ്രാശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കവചപ്രാശം ഞാനത് വിതരണം ചെയ്തു. എന്റെ ദർസിലെ മുത്താലിമീങ്ങൾക്ക് മുർസാൻ അറിയാൻ മതിയാവും. ഞാൻ എന്റെ ദർസിലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കവചപ്രാശം കൊടുത്തതായ ഒരു 10-20 കവചപ്രാശം ഒന്നിച്ച് ഞാൻ കൊടുത്തത്, അതിന്റെ ഫോട്ടോ മുർസാദ് ഗ്രൂപ്പിലേക്ക് ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുപ്പർക്ക് അയച്ചു കൊടുത്ത, ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി അയച്ചു കൊടുത്തൊന്നല്ല. ഞാൻ ഇങ്ങനെ കവചപ്രാശം ഞാൻ വിതരണം ചെയ്തു. കാരണം എന്താ, അത് എന്റെ കുട്ടികൾക്ക് അത് വരാതിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കവചപ്രാശം ഓർക്ക് വിതരണം ചെയ്ത് ഞാനും. കാരണം അതിന് പ്രയാസമില്ലാത്തൊരു കാര്യമാണ്. അത് നമുക്ക് അന്ന് ഇത്ര 890 വിലയില്ല, അന്ന് വില കൂടുതൽ മുമ്പുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും അപ്പോ ഈ കവചപ്രാശം എന്ന് പറയുന്ന സാധനം കഴിച്ചതോടുകൂടി ഇതിന്റെ ഗുണം എനിക്ക് മനസ്സിലായി. ഇതൊരു വെൽനെസ് ഉൽപ്പന്നമാണ്, ഇതൊരു മരുന്നല്ല, ഇത് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. എന്റെ വീട്ടിൽ തന്നെ എന്റെ ഭാര്യ പറയും, 2 വർഷമായി നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട്. ഇതൊരു വസ്തുതയാണ്. എന്താ കാരണം? നമ്മുടെ ഈ വെൽനസ് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച കാരണം കൊണ്ടാണെന്ന്. ഞാൻ വിദേശത്ത് പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. പലർക്കൊന്നും ഉള്ളിൽ കേൾക്കാൻ പേടിയാ. ഞാൻ വിദേശത്ത് പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കഴിഞ്ഞ ഈ സൂമിൽ ഞാൻ വന്നത്, ഇതിനു മുമ്പ് വന്നത് ഞാൻ ഓർക്കുന്നു, ഞാൻ മക്കത്ത് വെച്ചിട്ടാണ്, ജിദ്ദയിൽ വെച്ചിട്ടാണ്. ഉംറക്ക് പോയ സമയത്ത് ജിദ്ദയിൽ വെച്ചിട്ടാണ് ഞാൻ DTC ആയതും. ആ DTC ആയ സമയത്ത് ഞാൻ ഈ സൂമിൽ വന്നിരുന്നു. അന്ന് അവിടുന്ന് 3 മണിക്കാണ് അത് എണീക്കണം, എന്നാലേ സൂമിൽ വരാൻ പറ്റുള്ളൂ. അന്ന് ഞാൻ സൂമിൽ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ അന്ന് അവിടെ ജിദ്ദയിൽ പല സ്ഥലത്തും പോയപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ കച്ചവടമൊക്കെ നടത്തിക്കോളി, ഒന്നും ഉള്ളിലേക്ക് ഇറക്കി പോകരുത് കേട്ടോ എന്ന് പല സ്നേഹിതന്മാരും. വെൽനെസ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആരും ഒന്നൊരു പേടിക്കണ്ട. ഞാൻ ചില ഒന്നിച്ചേക്കാൻ പറ്റുമെന്ന് ചോദിക്കും. 2-3 പ്രൊഡക്റ്റ് ഞാൻ അത് കാണിച്ചിരുന്നില്ല. പിന്നെ അത് ഒരു മേശപ്പുറത്ത് ഒരുപാട് സാധനം ഉണ്ട്. മുർസ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാന് ഒരു കച്ചവടം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എന്റെ മേഖല നോക്കുമ്പോൾ വേസ്റ്റ് വേണോ അല്ലെങ്കിൽ കവചപ്രാശ് വേണോ വെല്ലാട്ട് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റൂല. അപ്പോ എന്റെ റൂമിൽ ഞാൻ ഈ സാധനം വെക്കും. ഈ കാരണം പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഓരോന്നോരോന്നാണ് വെക്കും. അപ്പൊ ആര് കടന്നു വരുന്ന ചോദിക്കും, ഇതെന്താ സാധനം എന്ന് ചോദിക്കും. ഇതെന്താ സാധനം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ പറയും, ഇതൊക്കെ ഞാൻ കഴിക്കുന്നതാണ്, പിന്നെ അത് ഇന്ന ആവശ്യത്തിനുള്ളതാണ്, ഇത് മരബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ഇത് അറ്റാക്ക് വരാതിരിക്കാനാണ്, അതേ പ്രകാരം ഇത് ഗ്യാസ് ഇല്ലാതിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നെന്ത് ചെയ്യും, ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അത് നമുക്ക് വേണമല്ലോ, എനിക്കുണ്ടല്ലോ പ്രശ്നം, എന്നായിക്കോട്ടെ ഞാൻ നാളെ കൊണ്ടുവന്നേരാം, നാളെ പോലെ വൈകുന്നേരത്തിന് എത്തിച്ചേരാന്ന് അറിയും. ഇന്നിപ്പോ ഞാന് ഈ സ്ഥിരമായി ഈ അലോപ്പതി കഴിക്കുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ച് കൊണ്ടുവന്നു, വളരെ കുറച്ച്. കാരണം എനിക്ക് നേരത്തെ 35-ാമത്തെ വയസ്സിൽ എനിക്ക് ഷുഗർ രോഗം ആരംഭിച്ചിട്ടുണ്ട്. 35-ാമത്തെ വയസ്സിൽ ഷുഗർ എനിക്ക് വന്നിട്ടുണ്ട്, പ്രഷർ വന്നിട്ടുണ്ട്, കൊളസ്ട്രോൾ വന്നിട്ടുണ്ട് 35-ാമത്തെ വയസ്സിൽ. എന്നാൽ 35-ാമത്തെ വയസ്സിൽ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ അവസ്ഥയിൽ എനിക്ക് ഞാൻ നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും, നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് അത് എന്തുദ്ദേശത്തിനാണ് കഴിച്ചത് അത് മാത്രമല്ല, വേറെയും പല നേട്ടങ്ങൾ. ഞാൻ വെൽഹാർട്ട് കഴിക്കുന്നുണ്ട്, ഇമ്മ്യൂണത്രി കഴിക്കുന്നുണ്ട്, ലിവഗൈൻ ക്യാപ്സൂൾ കഴിക്കുന്നുണ്ട്, അതേപോലെ ഫൈറ്റസ് കഴിക്കുന്നുണ്ട്,
പിന്നെ അതുപോലെ തന്നെ സ്പൈർണകോഡ് ഞാൻ കഴിക്കുന്നുണ്ട്. സ്ഥിരമായി കഴിക്കുന്ന സാധനം ഈ 5. അല്ലാതെ ഏത് കൊണ്ടാണ് മാറിയെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതേപോലെ ഷുഗറിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാനൊരു പരാതി പറഞ്ഞിരുന്നു ഞാൻ എന്റെ പ്രിയപ്പെട്ട ദാറാനി ഉസ്താദിനോടും അതേപ്രകാരം തന്നെ മുസാദ് പറഞ്ഞു എനിക്കറിയില്ല വേറെ ഒന്നിന്റെ ആളുകളൊക്കെ പറഞ്ഞത് ഞാൻ 7 മാസത്തോളം ഞാൻ പിന്നെ ഡയബാലൈഫ് കഴിച്ചു, എനിക്ക് യാതൊരു മാറ്റമില്ല. 7 മാസം ഡയബാലൈഫ് കഴിച്ചിട്ട് ഞാൻ നോക്കുമ്പോ എന്റെ HbA1c ഒന്നും കുറഞ്ഞിട്ടില്ല. HbA1c ടെസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു കുറവുമില്ല. ഒക്കെ 8 ഇങ്ങനെ നിൽക്കുകയാണ്. 8 ഇങ്ങനെ സ്റ്റഡിയായി നിൽക്കുകയാണ്. കൂടിയില്ല എന്നാ കുറഞ്ഞിട്ടുമില്ല. ഇത് വല്ലാത്ത വിഷമല്ലേ നമ്മളൊരു പ്രൊഡക്റ്റ്. അപ്പൊ എനിക്ക് ഞാൻ ചിലപ്പോൾ വാപ്പട്ടി സാറിനോട് പറഞ്ഞ സംശയമുണ്ട്. വാപ്പട്ടി സാറിനോട് പറഞ്ഞിട്ട് സംഗതിയൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ ഉഷാറാണ്, പക്ഷേ ലൈഫ് എനിക്ക് അത്ര അങ്ങട്ട് എന്തായി നമ്മൾ പറയണല്ലോ, കാര്യങ്ങൾ പറയുന്നതിന് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടും പറയണല്ലോ, നമ്മളിത് കളവ് പറയരുതല്ലോ. എനിക്കൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാൻ ധാരാളം സാഹിബുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ലിവർ ഫാറ്റ് ഒന്ന് പരിശോധിച്ചാളേ എന്ന് പറഞ്ഞു. അതിൽ യാതൊരു കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രശ്നം അതുമില്ല, ഒരു കുഴപ്പം അതിലും കാണുന്നില്ല. പിന്നെ പറഞ്ഞു നിങ്ങൾ ഈ ഫൈട്രസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ. അത് ഫൈട്രസ് ആഡ് ചെയ്തപ്പോൾ വേറെ മെച്ചങ്ങൾ കിട്ടി. ഫൈട്രസ് ആഡ് ചെയ്തപ്പോ വേറെ ചില ഒരു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രയാസങ്ങള് എന്തൊക്കെ തല കുത്തി മറിഞ്ഞാൽ എന്റെ കൽബിലേക്ക് അത് ടെൻഷനായി വരില്ല. നിങ്ങൾ പഠിച്ചോളൂ എല്ലാവരും. ഇത് ഫൈട്രസ് എന്തൊക്കെ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടോ എന്റെ മനസ്സിൽ അത് പ്രശ്നമായി വരുന്നേയില്ല. 750 രൂപക്ക് നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു ടെൻഷൻ ഇല്ലാതാകാണെങ്കിൽ അതിന് ടെൻഷനല്ലേ സത്യത്തിൽ എല്ലാ രോഗവും ഉണ്ടാക്കുന്ന ടെൻഷനാണ്. മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം. മനസ്സിന് ആരോഗ്യം ഇല്ലെങ്കിൽ ശരീരത്തിൽ പല രോഗങ്ങളും കടന്നു വരും, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. മാത്രല്ല ഈ ഫൈറ്റ് ഞാൻ പറഞ്ഞു പോകുന്ന വെച്ചപ്പോ അതിനെ പറയാം. ഈ ഫൈറ്റസ് കഴിച്ചപ്പോൾ മെച്ചം ഈ റമദാൻ ഞാൻ ശരിക്കും അനുഭവിച്ചു. ചിലപ്പോൾ നിസ്കാരത്തിൽ മറതി അതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ. എന്നാൽ നിസ്കാരത്തിന് ഏകാഗ്രത കിട്ടാനും കൂടി ഈ ഒരു ഫൈറ്റസ് നല്ലതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. വേറെ ആവശ്യമില്ലാത്ത ചിന്തയിലേക്കൊന്നും പോകൂല. അത് നമുക്ക് ഒരേ ദിശയിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയും എന്നുള്ളതും കൂടി ആ ഫൈറ്റസ് നിന്റെ അനുഭവം ഉണ്ടോ, കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, കമ്പനി വ്യക്തം ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഡൈബാ ലൈഫിന്റെ കാര്യം, അത് ആരും മറന്നു പോകണ്ട. ഡൈബാ ലൈഫ് അതിന് മാറ്റം വരാനിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ടുഡേ ട്രെയിനിങ്ങിന് എന്താ പറയാ, ടുഡേ ട്രെയിനിങ്ങിന് ഇപ്പോൾ ഞാൻ സാധാരണമായി പറയാണ്, ടുഡേ ട്രെയിനിങ്ങിന് സമയമായിട്ടുണ്ട്, മുസ്തഫ വേണ്ട കടം ഒരുക്കുന്നു വിചാരിക്കുന്നു. ടുഡേ ട്രെയിനിങ്ങിന് ഞാൻ പോയ സമയത്ത് ഞാനത് പലപ്പോഴും വിളിച്ചും പോയിട്ടില്ല, ഒരിക്കൽ ഞാൻ പോയപ്പോഴാണ് ആ ടുഡേ ട്രെയിനിങ്ങിന്റെ മഹത്വം എന്താന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് ഹരികൃഷ്ണൻ സാർ ഫസ്റ്റ് ക്ലാസ് അവതരിപ്പിച്ചപ്പോ അന്നേരം ഡയബാ ലൈഫിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു, അത് കഴിക്കുന്നവർ തീർച്ചയായും അവര് ലിവഗൈൻ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അന്ന് മുതൽ ലിവഗൈൻ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്തപ്പോ അപ്പൊ എന്താ കഴിക്കുന്നുണ്ട്, സ്പൈറിന കഴിക്കുന്നുണ്ട്, ഈ ഡയബാ ലൈഫ് കഴിക്കുന്നുണ്ട്, ഈ ഫൈറ്റസും കഴിക്കുന്നുണ്ട്. അതോടുകൂടി എന്തുകൂടി ഇപ്പൊ ആഡ് ചെയ്തു, ലിവഗൈൻ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്തപ്പോ പിന്നീട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ, ഒരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ എന്റെ HbA1c 7 വരെത്തി. അപ്പോ ഈ ലിവഗൈൻ ക്യാപ്സൂൾ അതിൽ ആഡ് ചെയ്യേണ്ടതാണ് എന്ന് അന്ന് മുമ്പ് തറപ്പിച്ചു പറഞ്ഞു. അതെന്തായാലും അത് ആഡ് ചെയ്യണമെന്ന് അത് പറഞ്ഞു. അപ്പോ അപ്പൊ പ്രൊഡക്റ്റ് വിശ്വാസം എനിക്ക് വന്നു. ഇപ്പൊ പിന്നെ ഷുഗർ നോക്കലല്ലേ ഞാൻ. ഇപ്പൊ ഷുഗർ ഇപ്പൊ പരിശോധിക്കലല്ല. കാരണം എന്താ, ഷുഗർ ഉണ്ടെങ്കിൽ എനിക്കറിയാം ഒരു ക്ഷീണവും ഒരു ഉറക്കും എന്തൊക്കെയോ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വാഹനം നമുക്കുണ്ടെങ്കിൽ കൃത്യമായി സർവീസ് ചെയ്താൽ ആ വാഹനത്തിന് കേടുപാടുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളൊരു വാഹനം കൃത്യമായി സർവീസ് ചെയ്യാൻ കമ്പനി പറയും പോലെ സർവീസ് ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിന് കേടുപാടുണ്ടാവില്ല. അതുപോലെയാണ് സത്യത്തിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ്. നമ്മുടെ ശരീരം ഒരു വാഹനമാണ്. ശരീരമാകുന്ന വാഹനം കൃത്യമായി അതിന്റെ മെയിൻ്റനൻസ് ചെയ്താല്, അതിന്റെ പണിയെടുത്താല്, സർവീസ് ചെയ്താല് രോഗം വരൂല. ആ രോഗം വരാതിരിക്കാനാണ് നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങൾ. അത് തിരിച്ചറിയണം. നമ്മൾ രോഗികളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. രോഗികളുണ്ടോ, രോഗമുള്ളവർക്ക് മാത്രം അത് കൊടുക്കുന്നത്. ചിലപ്പോൾ റിസൾട്ട് കണ്ടേക്കാം. എന്നാൽ ഇത് രോഗമില്ലാത്തവർ, ഗ്യാസ് വരാതിരിക്കാൻ, അറ്റാക്ക് വരാതിരിക്കാൻ, ടെൻഷൻ വരാതിരിക്കാൻ, ഇതുപോലെ ഷുഗർ വരാതിരിക്കാൻ, ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കഴിക്കേണ്ടത്. നമ്മുടെ ഈ ബിസിനസ്, ഞാൻ പറയാം ഒരു കാര്യമായ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ബിസിനസ് ഇപ്പൊ കച്ചവടമാണ്. ഇത് നമ്മൾ തുടങ്ങണം, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം.
എത്രയോ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. 10-16 ഉൽപ്പന്നങ്ങൾ എന്റെ അറിവിലുണ്ട്. 10-16 ഉൽപ്പന്നം, ഞാൻ 10-20 ഉണ്ടാവുകയാണെങ്കിൽ വേണ്ട ഒരു 10 എന്നെങ്കിലും ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ പോലത്തെ ഉൽപ്പന്നം, നമ്മളെ ബ്രാൻഡ് മാറ്റാതെ ഒരിക്കലും ബിസിനസ് നടക്കൂല. നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ നമ്മളത് ഉപയോഗിക്കണം, അപ്പൊ സോപ്പ് നമ്മളത് ഉപയോഗിക്കണം, ഷാമ്പു നമ്മളത് ഉപയോഗിക്കണം, ബ്രഷ് നമ്മളത് ഉപയോഗിക്കണം. ഇങ്ങനെ ഏതും നമ്മളത് തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്റെ വീട്ടിൽ തന്നെ ഒരു പഴയ ജനല് മാറ്റിയിട്ട് അത് പുറത്തേക്ക് അതിന്റെ പിന്നെ പുറത്തേക്ക് തിരിച്ചു വെച്ചു. അലമാര, ഒരു ഷോക്കേസ് തിരിച്ചു വെച്ചു പുറത്തേക്ക്. സാധാരണ ഷോക്കേസ് ഉള്ളിലേക്കാ വെക്കല് എല്ലാവരും. ഷോക്കേസ് മുറസ്താ കണ്ടിട്ടുണ്ടോ? മുസ്താ ഞാൻ സിദ്ധാർത്ഥ കാണിച്ചു കൊടുത്തിരുന്നു. സാധാരണ പിന്നെ ഉള്ളിലെ ഷോക്കേസ് തിരിച്ച് ഉള്ളിലേക്കാ തിരിച്ചു വെക്കുക, ഇത് പുറത്തേക്കാ വെച്ചത്. പുറത്തേക്ക് വെക്കാൻ കാരണം എന്താ? പലരും അവിടെ കയറി വരുമ്പോ അവർക്ക് ഇത് വീട്ടിന്റെ ഉള്ളിൽ കയറാതെ തന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ കാണണം, ഈ പ്രൊഡക്റ്റുകളൊക്കെ മനസ്സിലാക്കണം. അതിനുവേണ്ടി അപ്പൊ എല്ലാവരും ചോദിക്കും, വരുമ്പോ വീട്ടിൽ പല ആളുകളും പലവരും വരും, കുടുംബക്കാർ വരും, പുറത്തുള്ളവരും ഒക്കെ വരും. അങ്ങനെ വരുമ്പോ ഇതെന്താണ് സാധനം, ഇത് ഓരോന്നോരും എന്നതാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നെ സഹായിക്കാൻ എന്റെ വീട്ടുകാരുണ്ട്. അതാണ് എനിക്കുള്ളൊരു മെച്ചം. ഞാൻ കൂടുതലായിക്കൊണ്ടതില്ല. എന്റെ വീട്ടുകാർ, എന്റെ വൈഫ് ഇതിന് കട്ട സപ്പോർട്ടാണ്, എന്റെ മക്കളും ഇതിന് പൂർണ്ണ സപ്പോർട്ടാണ്. അതെല്ലാവരും സപ്പോർട്ട് ആയത് കൊണ്ട് എന്നെ എനിക്ക് വലിയ ഒരു സന്തോഷമാണ്. ആരെങ്കിലും നീ ചോദിച്ചാൽ ഇത് എന്ന ആളാണ് വരുന്നുണ്ട് കേട്ടോ, അവർ പറഞ്ഞ അവിടെ റോഡിന് മേൽഭാഗത്ത് എത്തിയാണ്, ഇന്ന സാധനം എന്ന ഭാഗത്താണ് വെച്ചിട്ട് അത് എടുത്തു കൊടുക്കണേ എന്ന് പറയുന്ന പണി എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ZTC എന്ന് പറയുന്ന സോണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ആ ഒരു റാങ്കിലേക്ക് മറ്റുള്ള ജോലി ഉണ്ടായിരിക്കെ തന്നെ എത്തിയിരിക്കുന്നത് എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കാം. തുടക്കത്തിൽ എല്ലാവരും എതിർക്കൂട്ടും, എന്റെ ഭർത്താവിന്റെ എതിർത്തിന് ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും, ഇത് കേൾക്കുന്നുണ്ടാവും, എനിക്കറിയാം ഇത് കേൾക്കുന്നുണ്ടാവുന്നത്. തുടക്കത്തെ ഇപ്പൊ വലിയ ഉസ്താദ് സോപ്പും വെച്ച് കിടക്കുകയാണ്, വലിയ ഉസ്താദ് സോപ്പും വെച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി. അന്ന് ഞാൻ സത്യത്തിൽ എനിക്ക് അത്ര ബുദ്ധി ഉണ്ടോ ഇതിനെ ഞാൻ ചേർത്തില്ല. ഇത് നിന്റെ തായായിട്ട് ഭാര്യയെ ചേർത്തില്ല. ഭാര്യയെ ചേർക്കാതെ ഞാൻ എന്ത് ചെയ്തു, ഇവരെ എതിർക്കുന്നവരെ ഇനിയിപ്പോ അങ്ങനെ പോലെ ചേർക്കുകയാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ചേർത്തു. ചേർത്തിട്ട് വരുമാനം കിട്ടിയപ്പോ എന്നെ ആദ്യം ചേർത്തുകൂടി എന്നെ ചോദിക്കും, എന്നെ ആദ്യം ചേർത്തുകൂടിയിരുന്നോ ചോദിക്കണത്. അപ്പോ പിന്നെ കൂടുതലൊന്നും പറയാനുള്ളത് എന്താ അറിയോ, അവനവന്റെ ബാക്കിയുള്ളവർ ആദ്യം ചേർത്തോളി, അല്ലാഞ്ഞാൽ പിന്നീട് അത് ഖേദിക്കും. ഇപ്പൊ എനിക്കല്ലേ ഖേദം, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒരു നമ്മള് പിന്നെ വീട്ടില് ഒരു നല്ല ഒരു എന്താ പറയാ ഒരു ഹോം ഷോപ്പിംഗ് ഉണ്ടാവണം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ കച്ചവടം എന്താണ്? ഞാനത് പറയാമായിട്ട് എന്നോട് മുറസ കാര്യമായി പറഞ്ഞത്, ഈ കച്ചവടത്തിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു പക്കാ കച്ചവടമല്ലേ? ഇതൊരു പക്കാ കച്ചവടമാണല്ലോ. ഈ കച്ചവടത്തിൽ എന്ത് കുഴപ്പമുള്ളത്? ഞാൻ ഈ മനസ്സിലാക്കി, ഈ എതിർക്കുന്ന ആളുകൾ പിന്നെ എന്റെ വോയിസ് ഒക്കെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് മൂപ്പര് പുറത്തിടാത്ത എന്താ പറയുക, കുറച്ച് മൂർച്ചുള്ള വാക്കയില്, അതുകൊണ്ടാണ് മൂപ്പര് പുറത്തിടാത്ത എനിക്കറിയാം. കാരണം ചിലപ്പോ ചില ആൾക്കാർ എതിർക്കുന്നവർക്കാണെങ്കിലും അത് ആ വോയിസ് കേട്ടാൽ ചിലപ്പോ ആണെങ്കിൽ ചില വാശി ഉണ്ടാവും, ചില വാശി ഉണ്ടാവും. വാശിക്കാർക്കായിരുന്നു ഒരു ഓർക്ക് അത് കേട്ടാൽ വലിയ പിരാന്തിരിക്കുന്നു വിചാരിച്ചിട്ടാ. ഇത് കാള പെറ്റെന്ന് കേൾക്കുമ്പോ കയറത്ത് ഓടുന്നട്ടോ സ്വഭാവമാണ് ഇന്ന ചില ആൾക്കാരുണ്ട്. തൊട്ടത് മുഴുവനും ഹറാമാക്കുന്ന പരിപാടി, എന്തും ഹറാം 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 ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇവർ ഏത് ലോകത്താന്ന് എനിക്ക് തിരിയാള്, ഏത് ലോകത്ത് അവരുള്ളത്? ഒരു പക്ക കച്ചവടം, അതായത് അപ്പൊ കച്ചവടത്തിൽ ഷർത്തൊക്കെ ഉണ്ട്. എവിടെയാ കച്ചവടത്തിൽ ഷർത്ത് നിബന്ധന? ആർക്ക് അറബി വാക്ക് തീരാത്ത ഞാൻ പറഞ്ഞുതരാം. കച്ചവടത്തിന് നിബന്ധന വെക്കുന്നത്, എന്ത് നിബന്ധന എവിടെ വെക്കുന്നത്? ഒരു നിബന്ധനയുമില്ല. നമുക്ക് ഹോൾസെയിൽ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ DP ചാർജ് സാധനം കിട്ടണമെങ്കിൽ കമ്പനിന്റെ ഒരു ആളാവണം, എന്നാലേ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ MRP എടുത്ത് വാങ്ങിക്കോളി, യാതൊരു കുഴപ്പമില്ലല്ലോ. MRP കാട്ട് ആരോഗ്യത്തിന് MRP എടുത്ത് വാങ്ങിക്കോളി, അങ്ങനെ പേടിയുള്ള മനുഷ്യന്മാര് എന്നാണ് പറയാ. അപ്പൊ നമുക്കൊരു കുറഞ്ഞ വിലക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കച്ചവടത്തിന് ഷർത്താണോ? എന്റെ കച്ചവടത്തിന് ഷർത്ത് എന്താ? കച്ചവടത്തിന് ഷർത്ത് നിബന്ധന വെക്കൽ എന്താ? ഞാന് ഒരു PUC സെന്ററിൽ ചെന്നിട്ട് ഒരു കഫനിൽ വാങ്ങുന്നു, ഉദാഹരണം പറയാം, ഒരു കഫനിൽ വാങ്ങുന്നു, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ കഫനിൽ വാങ്ങുമ്പോ ആ കടക്കാരൻ എന്നോട് പറയാണ്, ആ ഷോപ്പുകാരൻ എന്നോട് പറയാണ്, ഇതാ നടുവണ്ണൂർ ഷോപ്പ് എന്നാ ഞാൻ കൂടുതൽ വാങ്ങല്. നടുവണ്ണൂർ ഷോപ്പുള്ള ആള് പറയാണ് എന്നോട്, പിന്നെ സാറേ നിങ്ങൾ ഈ കഫനിൽ നിങ്ങൾ കഴിക്കന്നെ വേണം, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഇത് നിബന്ധന വെച്ചുള്ള കച്ചവടമാണ്, പാടില്ല, പറ്റൂല. അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങൾ ഇത് കഴിക്കാനേ പാടില്ല, നിങ്ങൾ പുറത്ത് കൊടുക്കന്നെ വേണമെന്ന്, പറ്റൂല. അത് എന്റെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് എന്താണ് എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, എനിക്കിഷ്ടമുള്ളത് അത് ചെയ്യാം.
ആ ബയും ബഷർത്ത് എന്ന് പറഞ്ഞാൽ ഷർത്തോടുള്ള ബൈ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ സാധനം എന്ന രൂപത്തിൽ ചെയ്യാവൂ എന്ന് വെക്കുമ്പോൾ വാങ്ങുന്നവന് ഇടങ്ങേറുണ്ടാവും, വാങ്ങുന്നവനെ കഷ്ടപ്പെടുത്തൽ വരും. ഈ വാങ്ങുന്നവനെ കഷ്ടപ്പെടുത്തൽ വരുമ്പോഴാണ് സത്യത്തിൽ ഈ ഷർത്ത് വെച്ചുകൊണ്ടുള്ള നിബന്ധന വെച്ചുകൊണ്ടുള്ള കച്ചവടമായി വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പരിപാടിയല്ല. അപ്പൊ അവിടെ ഇല്ല. പിന്നെ എങ്ങനെ പറഞ്ഞു നോക്കുമ്പോ പിന്നെന്താ, അത് പിന്നെ ഇൻകം കിട്ടണമെങ്കിൽ, വരുമാനം കിട്ടണമെങ്കിൽ കുറെ നിബന്ധന ഉണ്ടല്ലോ. അവിടെ മാച്ചിങ് വരണം, അതേ പ്രകാരം തന്നെ ആക്ടിവേഷൻ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംശയം ചോദിക്കലുണ്ട്. അത് എവിടെ ഇല്ലാത്തത്? ഒരു തൊഴിലാളിയാണ് ഇപ്പൊ നമ്മള്, ആ കമ്പനിയിലെ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് നമ്മള്. അപ്പൊ ആ ഒരു കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നു ഇന്ന സംഗതിയൊക്കെ ചെയ്യണം. ചില കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോ വേണ്ട, എന്റെ മേഖല പറയാ, പള്ളിയിൽ വർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മദ്രസയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്ര ലീവേ പറ്റുള്ളൂ, നിബന്ധന വെക്കും. എത്ര ലീവേ പറ്റുള്ളൂ, ഇന്ന ദിവസം ഇന്ന സമയം ഹാജരുണ്ടാവണം, ഇന്ന രീതിയിൽ പഠിപ്പിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇവിടെ ജോലിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിബന്ധന പാലിക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? അതുപോലുള്ള നിബന്ധന മാത്രമേ ഇതിലുള്ളൂ. കമ്പനിയിൽ ജോയിൻ ചെയ്ത് കമ്പനിന്റെ ഒരാളായി വർക്ക് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് അതിന് പ്രോഫിറ്റ് തരണമെങ്കിൽ കമ്പനി പറയുന്ന നിബന്ധനകൾ പാലിക്കണം. കച്ചവടത്തിന്റെ നിബന്ധന അല്ല അത് കമ്പനിയുടെ നിബന്ധനയാണ്. അത് ഏത് മേഖലയിലുണ്ട്, എവിടെ മേഖലയില്ലാത്തത്? സ്വയം തൊഴിലല്ലാത്ത ഏത് മേഖലയിലും ആ ഡിമാൻഡ് ഉണ്ട്. വേറെ ആളെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ, വേറെ ബോസിന്റെ കീഴിലാണ് എങ്കിൽ തീർച്ചയായും ആ ഡിമാൻഡ് പാലിച്ചേ പറ്റൂ. ക്ഷേമനിധിയിൽ നിന്ന് കാശ് ലഭിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധന ഉണ്ട്. ക്ഷേമനിധിയിൽ കാശ് അടക്കുന്ന മുഴുവൻ ആളുകൾക്കും ക്ഷേമനിധിയുടെ ആനുകൂല്യം കിട്ടൂല. ക്ഷേമനിധിയുടെ ആനുകൂല്യം കിട്ടൂല എന്ന് മാത്രമല്ല, അന്വേഷിച്ചിട്ട് എല്ലാ വർഷാവർഷം ദിവസത്തിലുള്ള കാശ് അടച്ചാൽ പോലും ചില അന്വേഷണത്തിൽ എന്തെങ്കിലും ചില കാര്യത്തിൽ അവർ വിചാരിച്ച മാതിരി ആയിട്ടില്ലെങ്കിൽ ആ ക്ഷേമനിധിയിൽ നിന്ന് പണം പാസ്സാകൂല. അപ്പൊ നിബന്ധന എല്ലായിടത്തുണ്ട്, എല്ലാ കാര്യത്തിലും നിബന്ധന ഉണ്ട്. കമ്പനിയിൽ നിബന്ധന ഉണ്ട്, സ്ഥാപനത്തിൽ നിബന്ധനയുണ്ട്, ജോലി സ്ഥലത്ത് നിബന്ധന ഉണ്ട്, ഒക്കെ ഉണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 900 ഉറുപ്പിക ദിവസ കൂലിയായിട്ട് സാധാ പഠിക്കാനുണ്ടെങ്കിൽ അവിടെ ഒരു 10 മണിക്ക് നാസ്തയ്ക്ക് അരമണിക്കൂറും ഉച്ചക്ക് 1 മണിക്കൂർ എടുക്കാന്നല്ലാതെ അതിലപ്പുറമായി കൊണ്ട് എടുക്കാൻ പറ്റുകയില്ല. അതിന്റെ നിബന്ധനയാ. അത് പറഞ്ഞാലും നിബന്ധനയാണല്ലോ. അപ്പോ ഈ നിബന്ധനകൾ കമ്പനിയിൽ ജോയിൻ ആവാൻ, കമ്പനിയിൽ നമ്മൾ ഒരാളായി വർക്ക് ചെയ്യണമെങ്കിൽ നിബന്ധന ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു നിബന്ധനയും അതിലില്ല. കച്ചവടത്തിന് യാതൊരു നിബന്ധനയില്ല. അതെല്ലാവർക്കും അറിയല്ലോ. ഈ സൂമിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർ കച്ചവടത്തിന് നിബന്ധന ഉണ്ടോ? നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും നിബന്ധന പറയാറുണ്ടോ? ഒരു നിബന്ധനയും പറയാറില്ല. അവിടെ വയും വശർത്ത് പറഞ്ഞ ആളെ പേടിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച പിന്നെ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാല് അത് ഞാൻ നേരത്തെ കവചപ്രാശിന്റെ കാര്യം പറഞ്ഞു. അതേ പ്രകാരം തന്നെ പിന്നെ എന്റെ അനുഭവത്തിലുള്ള സംഗതിയാണ്. എനിക്കുള്ള മലബന്ധം അത് വലിയ പ്രയാസമായിരുന്നു. തന്നെ ബാത്റൂമിൽ കുറെ സമയം ഇരിക്കുന്ന ഒരവസ്ഥ. അത് ഇമ്മ്യൂണോത്രിയും ഇപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഷുഗറിന് വേണ്ടിയിട്ട് ഈ ലിവഗൈൻ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്തപ്പോ അത് വളരെ ക്ലിയർ ആയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം നമ്മള് പിന്നെ രോഗം വന്ന അവസ്ഥയിലല്ല, വരാത്ത അവസ്ഥയിൽ തന്നെ പതിവാക്കുകയാണെങ്കിൽ നമുക്കൊരു രോഗം വരൂല്ല എന്ന് മാത്രമല്ല. മുർസായിക്ക് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. കൊച്ചിന്നാ പറഞ്ഞത്, ഏതോ ഞങ്ങളൊരു വികാരത്തിന് പോയ സമയത്ത് പറഞ്ഞു, സ്പൈർനാഗോഡ് കഴിച്ചോളൂ എന്നാല് പിന്നെ വയസ്സ് കുറെ കുറഞ്ഞു കാണും എന്ന് പറഞ്ഞിരുന്നു. സ്പൈർനാഗോഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ അത് ഞാൻ അനുഭവിക്കുന്നവരാണ്. ഞാൻ കോഴിക്കോട് പോകുമ്പോൾ സ്വാഭാവികമായി പിന്നെ കോഴിക്കോട് ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ വേറെ പ്രോഗ്രാം ഒന്നുമില്ല, ഹോട്ടലിൽ കയറുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ കയറൂല. വെള്ളം കയ്യിൽ പിടിക്കും, 2 ക്യാപ്സൂൾ പിന്നെ 2 സ്പൈർനാഗോൾഡ് 2 എടുത്താണ് കഴിക്കും. വൈകുന്നേരം വരെ ഒരു സാധനം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു വിഷമവുമില്ല. ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാൻ ദാരിമി ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വെയിലത്ത് ഓടിച്ചാൽ നടക്കുന്നത്, നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ സ്പീഡിൽ നടക്കുന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ 2 സ്പൈർനാഗോൾഡ് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരം വരെ ഒന്നും കഴിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ അനുഭവിച്ചു നോക്കി. ഭക്ഷണം കഴിച്ചാൽ തോന്നലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചോളി എന്നല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവരാണെങ്കിൽ ഏറ്റവും ബിസിനസ് ഏതാ, ഏറ്റവും നല്ല ജോലി ഏതാന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഏറ്റവും നല്ല ജോലി കച്ചവടമാണെന്ന് പിന്നെ ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും നല്ല പിന്നെ ജോലി കച്ചവടമാണെന്ന്. ആ കച്ചവടത്തിൽ ഏതാ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പച്ചക്കറി കച്ചവടം,
എങ്ങനെ പച്ചക്കറി നമ്മൾ ഒരാൾക്ക് നല്ല സാധനമാണ് കൊടുക്കാൻ പറ്റും? നല്ല തക്കാളിയാണ് കൊടുക്കാൻ പറ്റുമോ? ഒരു നല്ല വെണ്ടയ്ക്കാണ് കൊടുക്കാൻ പറ്റുമോ? നല്ല പയറാണ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. കാരണം നല്ല കളവ് വന്ന് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച എന്താ പറയുക, അതിന്റെ ബർക്കത്തുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, മൈലൈഫിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ കളവ് പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഈ മൈലൈഫിൽ വന്നതിന് ശേഷം ആർക്കും ഒരു കളവ് ഇതിന്റെ വിഷയത്തിലേക്ക് കളവ് പറയേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഒരു കളവ് പറയേണ്ട ആവശ്യത്തിനില്ല. ഇനി മസാല കച്ചവടമാണെങ്കിൽ അത് നല്ല സാധനം, മീൻ കച്ചവടമാണെങ്കിൽ അത് ഫ്രഷ് ആണ്. ഇത് സാധാരണ, കാരണം ബിസിനസ് തരമാണ്. എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താവില്ല, അത് യഥാർത്ഥ ഉള്ളത് പറഞ്ഞ ആരും വാങ്ങൂല. ഒരു ഹോട്ടലിൽ കയറിക്കൊണ്ട് പുതിയ എണ്ണയാണോ, പുതിയതാ പറയാന്നല്ലാതെ ഇത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതായിരിക്കും. അപ്പോ ഞാൻ പറയുന്നത്, കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഏതാ തുടങ്ങേണ്ടത്? നമ്മളത് മരുന്നല്ലാന്ന് പറഞ്ഞല്ലോ, ഫുഡ് സപ്ലൈ. നമ്മൾ ഏറ്റവും നല്ല ഫുഡ് ഏതാ? നമ്മളെ സാധനം. ഈ ഫുഡ് സപ്ലിമെന്റിലെ കച്ചവടം ഏറ്റവും നല്ലത്. കാരണം ഇതിലില്ല, ചതിയില്ല, കളവ് പറയേണ്ട ഒരു ആവശ്യം ഇതിലില്ലല്ലോ. ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ കളവ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളെ പേഷ്യനെ സംബന്ധിച്ച് കളവ് പറയേണ്ട ആവശ്യമുണ്ടോ? അത് പ്രോഡക്റ്റ് വർത്താനം പറയും, നമ്മുടെ ലിവഗൈൻ വർത്താനം പറയും, നമ്മുടെ അതേപ്രകാരം തന്നെ നമ്മുടെ വെൽഹാർട്ട് സംസാരിക്കും. അത് പ്രൊഡക്റ്റ് സംസാരിക്കണം, നമ്മൾ സംസാരിക്കണ്ട, അത് സംസാരിക്കും. അതുകൊണ്ട് തന്നെ കളവ് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലാത്ത പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ ഏറ്റവും നല്ല കച്ചവടം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളവ് പറയാൻ സാധ്യതയുള്ള, വഞ്ചന വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആളെ പറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സും അല്ല നമ്മളത് പക്കാ തരി ഒറിജിനൽ ബിസിനസ്സാണ്. ഈ ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവും. അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്, മൈലൈഫിൽ വിജയിക്കാനുള്ള കാരണം എന്താ പറയുക? മൈലൈഫിൽ വിജയിക്കാനുള്ള കാരണം മറ്റൊന്നും, എല്ലാവരും മൈലൈഫിൽ ഇതില് ആത്മാർത്ഥ ഇറങ്ങുന്ന വിജയിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, കളവ് പറയാത്തത് കൊണ്ടാണ്. മറ്റൊരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് അധികം പരാജയപ്പെടാൻ കാരണം എന്താ പറയുക? കളവ് കുറെയൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഹബീബായ എന്റെ പ്രവാചക പറഞ്ഞ എന്താ, ഈ കച്ചവടം നടത്തുന്ന ആളും വാങ്ങുന്ന ആളും അവർ സത്യസന്ധനാണെങ്കിൽ അതിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുരോഗതി ഉണ്ടാകും എന്നാ പറഞ്ഞത്. ഇല്ലേ, കളവിന്റെ ഒരു അംശം കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും എന്നും പഠിപ്പിച്ച പ്രവാചകനാണ്. സത്യത്തിൽ നമ്മുടെ ഈ ബിസിനസ്സിൽ കളവ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ആര് പറഞ്ഞിട്ടുണ്ടാവില്ല, അതെന്റെ വിശ്വാസം. ഇത് ഉപയോഗിച്ച റിസൾട്ട് ഒരുപാടുണ്ട്. ആ റിസൾട്ട് നമുക്ക് പറയാനിപ്പോഴുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ്. വെൽഹാർട്ട്, ഞാനിപ്പോ ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കലില്ല. അലോപ്പതി 2 കൊല്ലമായിട്ട് ഞാനത് കഴിക്കലില്ല. ഇത് ഈ കൊളസ്ട്രോളിന് അത് വെൽഹാർട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ വെൽഹാർട്ട് 1-2 നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാ. അതേപോലെ ഫൈറ്റേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. പേസ്റ്റിന്റെ കാര്യം, എന്റെ വായൊക്കെ നാട്ടുണ്ടായിരുന്നു, ആ വായനാറ്റം ഒഴിവായി കിട്ടിയത് നമ്മുടെ പേസ്റ്റ് കൊണ്ടാണ്. പിന്നെ എന്തിനാ കൂടുതലായിട്ടുള്ളത്? കൂടുതൽ എന്ത് വേണം? നമ്മൾ ഉപയോഗിക്കണം കുറെ. പിന്നെ പുറത്തേക്ക് കൊടുത്തോൾക്കുള്ള ഒരുപാടുണ്ട്. വുഡ് ഹീൽ പുറത്ത് കൊടുത്ത ഞാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് മതിയാവൂല. പുറത്തേക്ക് കൊടുത്ത റിസൾട്ട് എന്റെ ബിസിനസ് പച്ച പിടിച്ച തന്നെ എന്റെ മകളിലൂടെയാണ് എന്നുള്ളത് എനിക്ക് പറയാൻ നിർവാഹമില്ല. കാരണം അവർക്കുള്ള ഈ പീരീഡ് സമയത്തുള്ള പ്രശ്നങ്ങളും അവർക്ക് സുഖമായപ്പോൾ അവരുടെ കൂട്ടുകാരികൾക്ക് പറഞ്ഞു കൊടുത്തതും, അങ്ങനെ ഒരുപാട് വുമൺ കമ്പാനിയും സൈക്ലോവയും കൊടുത്തിട്ട് റിസൾട്ട് ഉണ്ടായതും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായതുമായ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിലും അവിടെ പ്രാർത്ഥന ഉണ്ടാകുമല്ലോ, തീർച്ചയായും അവിടെ പ്രാർത്ഥന ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എന്താണെന്നറിയാം, അപ്പോഴേക്ക് ദൈവത്തിൽ വന്നിട്ട് അവള് കഴിക്കാൻ പറ്റുമോ, ഡോക്ടർമാര് കുറിപ്പില്ലാതെ വാങ്ങാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. നമ്മളെ ബൂസ്റ്റ് കഴിക്കുന്നുണ്ട്, ഹോർലിക്സ് കഴിക്കുന്നുണ്ട്, അതിന് ആരും എന്ത് ചെയ്യുന്നില്ല, ഡോക്ടർ ചീട്ട് കഴിക്കുന്നില്ല, ഒന്നും ചോദിക്കണില്ലല്ലോ. അത് അവിടെ ആർക്കും പ്രശ്നമില്ല. ഇതോ സർക്കാർ അംഗീകരിച്ച, ഇപ്പൊ സർക്കാരിന്റെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റുകള്. സർക്കാർ തന്നെ അതിനെ സംബന്ധിച്ച് അതിന്റെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരുകൾ കൊടുത്തിരിക്കുന്നു. എങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഒരു ആശങ്ക, എന്തിനാണ് ഇങ്ങനെ ശങ്കിച്ചിരിക്കുന്നത്, എന്തിനാ പേടിച്ചിരിക്കുന്നത്? നമ്മൾ ഇറങ്ങാം. പിന്നെ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ആരോഗ്യം ഉണ്ടാവണം എന്നുള്ള നെയ്യത്ത്, ആരോഗ്യം അത് നിലക്കണം. അത് ഈ മൈലൈഫിലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ആരോഗ്യം ഉണ്ടാവുന്ന നെയ്യത്താണ്. അതോടുകൂടി വെൽത്തും കിട്ടിക്കോട്ടെ, സമ്പത്തും കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതേ ഉള്ളൂ. ആരോഗ്യം മെയിനാണ്. അതില്ലെങ്കിലും എല്ലാം പോയല്ലോ. കുറെ പൈസ ഉണ്ടായ കാര്യമല്ലോ. ആരോഗ്യം നിലക്കണ്ടേ? ആരോഗ്യം നിലക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് തീർച്ചയായും ഇത് കഴിച്ചേ പറ്റൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ല മനോഭാവം നമുക്ക് ഉണ്ടാവണം. നല്ല കമ്പനിയിലെ വിശ്വാസം വേണം, ലീഡർമാരെ സംബന്ധിച്ച് വിശ്വാസം വേണം, പ്രോഡക്റ്റിൽ വിശ്വാസം വേണം. അതുപോലെ തന്നെ നമുക്ക് നല്ല കമ്മിറ്റ്മെന്റ് വേണം. എന്നുണ്ടെങ്കിൽ നല്ലൊരു ഇത്തിസാം എന്ന് പറയാം അറബി ഭാഷയിൽ. നമ്മൾ ഇതിൽ വേറെ ദുരുദ്ദേശത്തിലില്ല.
അത് വേറത്തെ തകരണം എന്ന ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. ഇന്നവൻ തകരണം എന്നത് ലക്ഷ്യം ചെയ്തിട്ടില്ല. സാധാ ബിസിനസ്സിൽ അങ്ങനെയല്ല, മറ്റവൻ തകർന്ന ലക്ഷ്യം ഉണ്ടാവുമല്ലോ. എത്ര ശുദ്ധവാനാണെങ്കിലും, എത്ര നിസ്കരിക്കുന്നവനാണെങ്കിലും, എത്ര ഭക്തനാണെങ്കിലും മറ്റവൻ തകരണം എന്ന ലക്ഷ്യം ഉണ്ടോ? ആ ലക്ഷ്യം ഇവിടെ തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മളെ മനസ്സ് ക്ലിയറാണ്, മനസ്സ് ശുദ്ധമാണ്. ആ ശുദ്ധമായ മനസ്സ് നമുക്കുള്ളത് കൊണ്ട് തന്നെ പടച്ചവൻ ദൈവം തമ്പുരാൻ നമ്മെ ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് മൈ ലൈഫ്, ജയ് ഹിന്ദ്.